ഇനി നമ്മുടെ ഓഫീസിനെ കുറിച്ച് എന്തോന്ന് പരാതി? എന്തായാലും ഒരു 10-15 ദിവസമായിട്ട് നമ്മുടെ ഓഫീസിനെ കുറിച്ച് യാതൊരു പരാതിയും. അല്ല സാറേ, ഈ വിജിലൻസുകാർ വരുന്നുണ്ട്, വന്ന് കാണില്ലല്ലോ ഇവരെ. അല്ല, വിജിലൻസുകാര് വന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എത്രയോ ആളുകൾ ഇവിടെ വന്നിട്ട് നമുക്ക് പൈസ തരാൻ വേണ്ടി ശ്രമിച്ചല്ലോ. ആ കൂട്ടത്തിൽ വിജിലൻസുകാരില്ലെന്ന് ആര് കണ്ടു? അത് നേരാ. ഒരു 10,000 രൂപയായിട്ട് ഒരാൾ വന്നിരുന്നു. അത് വിജിലൻസ് തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം. വാങ്ങാൻ നന്നായി. സത്യം പറഞ്ഞാലേ ഇപ്പൊ രാവിലെ ആകുമ്പോ കൈക്കൊരു ബറി അത് വാങ്ങിയിട്ട് സാറേ, നമുക്ക് നാളെ മുതൽ ഈ വ്രതം അങ്ങ് മുറിക്കാം. നിർത്താണ്. എന്തായാലും കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഓഫീസിന് പുറത്ത് നല്ല പേരാ. നമുക്ക് ഇത് ഇങ്ങനെ അങ്ങ് തുടർന്നാലോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വർത്താനം പറയുന്നത് ഞാൻ ചുമ്മാ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇല്ലാന്ന് ഒന്ന് നന്നാവും പോണ്. ഈ വേണമെങ്കിൽ സ്കൂളിൽ മാസമായിട്ട് പോയിക്കോ, ഇവിടെ നടക്കൂല. അമള, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി 2 വർഷം മുമ്പ്. അപ്പോൾ ഭർത്താവ് മരിച്ചിട്ട് 2 വർഷമായ സ്ത്രീകൾക്ക് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ധനസഹായം ഉണ്ടെന്ന് അറിഞ്ഞു. അതിന്റെ അപേക്ഷയൊക്കെ താലൂക്ക് ഓഫീസിലാണ്. താലൂക്ക് ഓഫീസിൽ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് അറിഞ്ഞത് വില്ലേജിൽ നിന്ന് അതിനൊരു വെരിഫിക്കേഷൻ വേണമെന്നുള്ളത്. അതിന് അപേക്ഷിക്കാൻ വേണ്ടി വന്നതാ. സാറിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഈ സാറിന്റെ അടുത്താണ്. വിധവകൾക്കുള്ള ധനസഹായത്തിന് ഇത് കണ്ടാ എനിക്ക് മനസ്സിലാവും കേട്ടോ. അതിന് ID കാർഡ് വേണം. ID കാർഡ് ഭർത്താവിന്റെയും ഭാര്യയുടെയും വേണം. പിന്നെ നിങ്ങളുടെ വരുമാനം എത്രയാണെന്നൊക്കെ അന്വേഷിക്കണം. എത്ര നിങ്ങളുടെ വരുമാനം ഉണ്ട്? വരുമാനമൊന്നും ഇല്ല സാർ ഇപ്പോ. എത്രയൊക്കെ ഞങ്ങൾക്ക് അന്വേഷിക്കണം, എന്നിട്ടൊക്കെ തരാൻ പറ്റൂ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, പുറത്തു പോയിട്ട് വെയിറ്റ് ചെയ്യൂ. ഇനി ഇതിനിടയ്ക്ക് സമയം ഉണ്ടോ എന്ന് ഞാനത് നോക്കട്ടെ. ഇതിന് സമയം ഉണ്ടെങ്കിൽ ആളെ വിട്ട് അന്വേഷിപ്പിക്കാം. സാറ് അതെ ചേച്ചി, ഇനി വരൂ ചേച്ചി. ഭർത്താവ് മരിച്ചു അല്ലേ? വരുമാനമൊന്നുമില്ല? ഇല്ല. അതേ, സീരിയൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഒരു ക്രൂരായ അമ്മായിയമ്മയുടെ ഒരു വേഷമുണ്ട്. എൻ്റെ സീരിയൽ കാണാറില്ലേ? മുറ്റത്തെ മുല്ല. അശോകൻ ഞാനാണ് അതിനകത്തെ അശോകൻ. മുറ്റത്തെ മുല്ല കാണാറുണ്ട്, പക്ഷെ സാറിനെ കണ്ടതായിട്ട് ഞാൻ ഓർക്കണില്ല. ഒരു കാര്യം ചെയ്യും, അവിടെ പുറത്തോട്ട് നിൽക്കും. അവിടെ നിൽക്കും, വിളിക്കും, അങ്ങോട്ട് നിന്നാൽ മതി. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യോ? അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ സാറ്? ദൈവമേ. എന്താണ്? അതെ, എവിടെ താമസിക്കണേ? പോസ്റ്റ് ഓഫീസിന്റെ വളവിന്റെ അവിടെ. പുറത്ത് വെയിറ്റ് ചെയ്തോളി. എന്താ ഈ പറയണത്? ചായ പറയാം. ഉണ്ണിയാണ് പോയിട്ടുണ്ട്. ചായ കുടിക്കാൻ ചായ പറയട്ടെ. ചായ ഞാൻ കോയാണ്. അതെ, എല്ലാം മനസ്സിലായി. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ അന്ന് വന്നപ്പോ അവിടെ ഉണ്ടായില്ല. ചായക്ക് പറയട്ടെ. ഞാൻ അങ്ങനെ കുടിക്കലില്ല. എന്താ ഇളനീരെടുത്താലോ? വേണ്ട, എന്താ മനസ്സിലാവില്ലേ? ഇനിയിപ്പോ ഇതിലെന്താ? സാർ, അതിലൊന്നുമില്ല. എല്ലാ പേപ്പറും ഉണ്ട്. അന്നത്തെ ഫോട്ടോ സ്റ്റേറ്റ് വെച്ചില്ലായിരുന്നോ? ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ പോയി എടുക്കാം സാർ. ഫോട്ടോ സ്റ്റേറ്റ് അതെ, ഞാൻ അന്ന് ഇങ്ങനെ പറഞ്ഞ കാരണങ്ങൾ ഇന്നെ കളിയാക്കുകയാണോ? നമ്മളന്ന് തിരുത്താതാരത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത് അവസാനം? അത് വെച്ചിട്ടുണ്ട്. അത് വേണ്ട, ആവശ്യമില്ല. സാറേ, ഞാൻ ഈ അന്ന് അങ്ങനെ പറഞ്ഞ കാരണമാണോ നിങ്ങൾ? ഞാൻ കായൊക്കെ എന്താ വെച്ചാൽ അവന് കൊണ്ടുവന്നിട്ട് ഞാൻ തരാം. അതൊക്കെ കയ്യിൽ വെച്ചാ മതി. എന്താന്ന് മനസ്സിലാവുന്നില്ല. നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒറ്റയ്ക്കാണോ വന്നത് അതോ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ ഓട്ടോറിക്ഷയിൽ ഒറ്റക്ക്. കുറച്ച് കഴിയുമ്പോ വേറെ ആരെങ്കിലും ഒക്കെ പിന്നാലെ വരും. മനസ്സിലായി. 3 മിനിറ്റ് കൊണ്ട് ഒപ്പിട്ടില്ല. കൈപ്പറ്റി ഞാനൊരു പൂജയാണ് ഇടല്. കുട്ടി പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് മതി. അതിന്റെ ഉള്ളിലൊരു പ്ലസ് മതി. അപ്പൊ നോക്ക്, കാര്യം ഞാൻ അടച്ചിട്ടുണ്ട്. പേപ്പർ എല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ. വളരെ ഉപകാരം. ഞാന് അറിയാണ്ട് പറഞ്ഞാണ് കഴിഞ്ഞ തവണ. നിങ്ങളെ നോക്ക്, അങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരാണെന്ന് അറിയില്ല. അങ്ങനെയൊന്നുമില്ല. അല്ല, കറ അടച്ചതിന്റെ കായ് വേണ്ടേ? വേണ്ട
വേണ്ട വേണ്ട ആ കോയ കയ്യിലുള്ള കൈ എനിക്ക് വേണ്ട പൊട്ടി വന്നവര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓട്ടോറിക്ഷക്കാരൻ ബസീറാണ്. അതെ